എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ജേണിയുടെ മറ്റൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന കാർഡുകൾ 4 ഓഫ് പെൻഡക്കിൾ, ഏസ് ഓഫ് കപ്പ്, ദെൻ 9 ഓഫ് പെൻഡക്കിൾ. ഒന്ന് കൂടുതൽ പെൻഡക്കിൾ എനർജിയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഇന്ന് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. ആരൊക്കെയോ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, പൈസ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ ലൈഫിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ആരൊക്കെയോ ഉണ്ട് ലൈഫിൽ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരോട് പറയണത് ഒരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾ കൊണ്ടുവരാനാണ് പറയണത്. അതുപോലെ തന്നെ ഈ ഏസ് ഓഫ് കപ്പ് ഒരു പുതിയൊരു തുടക്കത്തെയും കാണിക്കുന്നുണ്ട്. എനിക്കതിൽ കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യേണ്ടത് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങാൻ തോന്നുന്നു. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല, മെൻ്റലി കുറച്ച് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയൊരു തുടക്കം, അതൊരു പുതിയൊരു ലവ് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ആവാം, എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ ഒരു 9 ഓഫ് പെൻഡക്കിൾ എനർജിയിലേക്ക് നയിക്കും. 9 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൃദ്ധി. അതുപോലെ തന്നെ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാവും, മെൻ്റലി സ്റ്റേബിളാവും, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ ലോകത്ത് നമ്മളൊരു എന്താ പറയുക, എല്ലാം നേടാൻ കഴിയുന്ന ഒരു റിലേഷൻഷിപ്പ്, നമ്മളെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.